നമസ്കാരം. Ksfe ചിട്ടികളിൽ തുടക്കം മുതൽ തന്നെ ഡിവിഡൻഡ് കുറവാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ആ ചിട്ടിയിൽ പൊതുവെ ലാഭം കുറവായിരിക്കും. മാത്രമല്ല ഒരുപക്ഷെ അത് നഷ്ടത്തിലേക്കും വരാം. അപ്പോൾ ചിട്ടി നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നഷ്ടത്തിലേക്ക് പോകുന്ന ചിട്ടി ലാഭകരമാക്കി മാറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഈ ഒരു കാര്യമാണ്. Ksfeയിൽ ചിട്ടി ചേർന്നിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി Ksfeയുടെ വിവിധ പദ്ധതികളും സേവനങ്ങളും പ്രതിപാദിക്കുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ കൃഷ്ണൻ മേലവട്ടശ്ശേരി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പോഴാണ് ഒരു ചിട്ടി നഷ്ടമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാഭമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ചിട്ടിയിലേക്ക് നമ്മൾ അടയ്ക്കുന്നത് ഓരോ മാസവും ഡിവിഡൻഡ് കിഴിച്ചുള്ള സംഖ്യയാണ്. അങ്ങനെ ആ ചിട്ടിയിലേക്ക് കാലാവധി കഴിയുന്നത് വരെ ഡിവിഡൻഡ് കിഴിച്ച് എത്ര രൂപ ആകെ അടച്ചിട്ടുണ്ടോ അതിനേക്കാൾ കുറഞ്ഞ സംഖ്യയാണ് കാലാവധിക്ക് ശേഷം നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ചിട്ടി നഷ്ടത്തിലാണ് എന്ന് പറയാം. എന്നാൽ ഡിവിഡൻഡ് കിഴിച്ച് നമ്മൾ അടച്ചിട്ടുള്ള സംഖ്യയേക്കാൾ കൂടുതലാണ് നമുക്ക് കാലാവധിക്ക് ശേഷം കിട്ടുന്ന സംഖ്യയെങ്കിൽ ആ ചിട്ടി ലാഭത്തിലാണ് എന്നും പറയാം. ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചിട്ടിയിലെ ലാഭവും നഷ്ടവും തീരുമാനിക്കപ്പെടുന്നത് ഡിവിഡൻഡിനെ ആശ്രയിച്ചാണ്. ഡിവിഡൻഡ് എന്താണെന്നും അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നതിനെപ്പറ്റിയും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഒരു ചിട്ടിയിൽ നിന്ന് ആകെ ലഭിക്കുന്ന ഡിവിഡൻഡ് അതിൽ നിന്ന് ഫോർമാൻ കമ്മീഷൻ കിഴിച്ചാൽ ബാക്കി വരുന്നതാണ് ആ ചിട്ടിയിലെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. 2500 40 മാസം 1 ലക്ഷത്തിൻ്റെ ഒരു സാധാരണ ചിട്ടി. ഇതിൽ നമുക്ക് ആകെ ലഭിച്ച ഡിവിഡൻഡ് 10,000 രൂപയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ചിട്ടിയിലൂടെ നമുക്ക് ലഭിച്ച ലാഭം എന്ന് പറയുന്നത് ഡിവിഡൻഡ് മൈനസ് ഫോർമാൻ കമ്മീഷൻ. ഈ ചിട്ടിയിലെ ഫോർമാൻ കമ്മീഷൻ ചിട്ടിത്തുകയുടെ 5%. അതായത് 1 ലക്ഷത്തിൻ്റെ 5% 5,000 രൂപ. അപ്പോൾ ലാഭം ഡിവിഡൻഡ് 10,000 മൈനസ് ഫോർമാൻ കമ്മീഷൻ 5,000. അതായത് ആ ചിട്ടിയിലെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 5,000 രൂപയാണ്. ഈ ചിട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് വെറും 5,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ അത് ഫോർമാൻ കമ്മീഷന് പോലും തികയാതെ വരുമ്പോൾ ആ ചിട്ടി നമുക്ക് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ ചിട്ടിയിൽ ചേർന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആ ചിട്ടി നഷ്ടത്തിലേക്കാണോ പോകുന്നത് ലാഭത്തിലേക്കാണോ പോകുന്നത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിട്ടിയുടെ തുടക്കത്തിൽ തന്നെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആദ്യ മാസങ്ങളിൽ ലേലത്തിൻ്റെ ഡിസ്കൗണ്ട് നിരക്ക്. ഒരു ഉദാഹരണം പറയാം. 2500 40 മാസം 1 ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ ആദ്യ മാസങ്ങളിൽ അത് പരമാവധി ലേലക്കിഴിവായ 30% അഥവാ 30,000 രൂപ കുറവിലാണ് പോകേണ്ടത്. സാധാരണഗതിയിൽ 2 മാസമോ 3 മാസമോ അല്ലെങ്കിൽ ഒരു 5 മാസം വരെയൊക്കെ 30% കിഴിവിൽ ചിട്ടി പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചിട്ടി ആദ്യ മാസം തന്നെ 30% കിഴിവിൽ പോകുന്നില്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം 30% കിഴിവിൽ പോകുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം ഈ ചിട്ടിയിൽ പൊതുവെ ലാഭം കുറവായിരിക്കും എന്ന കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ അടയ്ക്കേണ്ട തവണ സംഖ്യ. ഉദാഹരണം 2500 40 1 ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ അടയ്ക്കേണ്ടത് 2500 രൂപയാണ്. അപ്പോൾ അതിൽ ഓരോ മാസവും ഡിവിഡൻഡ് കിഴിച്ചാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ 2500 രൂപയോ അല്ലെങ്കിൽ അതിനടുത്ത സംഖ്യയിലേക്കോ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിട്ടി നഷ്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ 2500 രൂപയോ അല്ലെങ്കിൽ അതിന് അടുത്ത സംഖ്യയോ അടയ്ക്കേണ്ടി വരുന്നത് ഒരു പകുതിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു 10 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ 2500 രൂപയോ അതിനടുത്ത സംഖ്യയോ അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിക്കാം ആ ചിട്ടി നഷ്ടത്തിലേക്കാണ് പോകുന്നത്, അതിൽ ഡിവിഡൻഡ് കുറവായിരിക്കും എന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ നഷ്ടത്തിലേക്ക് പോകുന്ന ചിട്ടി എങ്ങനെ നമുക്ക് ലാഭകരമാക്കി മാറ്റാം, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ്.
അതിനുള്ള ഒരേ ഒരു മാർഗം അത്തരത്തിലുള്ള ചിട്ടി നേരത്തെ വിളിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കുറവിൽ തന്നെ ചിട്ടി വളരെ നേരത്തെ വിളിച്ചെടുക്കാൻ സാധിച്ചാൽ ആ ചിട്ടിയെ നമുക്ക് ലാഭകരമാക്കി മാറ്റാം. ഇങ്ങനെ നേരത്തെ വിളിച്ചെടുക്കുന്ന ചിട്ടി മതിയായ ജാമ്യം കൊടുക്കാനുള്ളവർക്ക് ആ പണം പിൻവലിച്ച് ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികളിലോ നിക്ഷേപിച്ച് അതിനെ ലാഭകരമാക്കി മാറ്റാം. ഇനി ജാമ്യമൊന്നും കൊടുക്കാനില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ചിട്ടി വിളിച്ചെടുത്ത് ആ പണം KSFയിൽ തന്നെ FD ആയിട്ട് ഇടാം. അപ്പോൾ കാലാവധിക്ക് ശേഷം ആ FDയുടെ പലിശയും നിക്ഷേപിച്ച സംഖ്യയും കൂടെ തിരിച്ചു വാങ്ങുമ്പോൾ നമുക്ക് ചിട്ടിയിലെ ഇത്തരത്തിലുള്ള നഷ്ടത്തെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ നഷ്ടത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടാൽ ആ ചിട്ടിയെ ലാഭകരമാക്കി മാറ്റാൻ ഈ പറഞ്ഞ 2 മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഒന്ന്, ജാമ്യം കൊടുക്കാനുണ്ടെങ്കിൽ ആ പണം പിൻവലിച്ച് ബിസിനസ്സിലോ മറ്റേതെങ്കിലും പദ്ധതികളിലോ നിക്ഷേപിക്കാം. 2, ജാമ്യമൊന്നും കൊടുക്കാനില്ലാത്തവർക്ക് ചിട്ടി വിളിച്ചെടുത്ത പണം KSFയിൽ തന്നെ നിക്ഷേപിച്ച് കാലാവധിക്ക് ശേഷം അതിൻ്റെ പലിശയോടുകൂടി തിരിച്ചെടുക്കുമ്പോൾ ആ ചിട്ടി നമുക്ക് പൊതുവെ ലാഭകരമാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ KSFയുടെ ഏത് ചിട്ടിയിലാണ് ചേരുന്നതെങ്കിലും അത് നഷ്ടത്തിലേക്കാണ് പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ലാഭകരമാക്കി മാറ്റാനുള്ള മാർഗത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടി വേണ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. നമസ്കാരം.